തിരുവനന്തപുരത്തെ ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ കരിക്കം സ്വദേശിയായ പൂജാരി പ്രദീപിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു. പൂജാരിയുമായി ബന്ധമുണ്ടെന്ന് പ്രതി ഹരികുമാർ പോലീസിനോട് പറഞ്ഞിരുന്നു. കരിക്കകത്ത് മൂകാംബിക മഠം എന്ന പേരിൽ ഇയാൾ ആശ്രമം നടത്തി വരികയായിരുന്നു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, ഈ പൂജാരിയുടെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ പ്രതീക്ഷിക്കണോ? അത്രത്തോളം ഗൗരവം ഈ ചോദ്യം ചെയ്യലിനുണ്ടോ ഷഫീദ്? ഹാഷ്മി, നിഗൂഢമായ ചിലതൊക്കെ ബാലരാമപുരം കൊലപാതകവുമായി ബന്ധപ്പെട്ട പോലീസ് സംശയിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കഴക്കൂട്ടം കരിക്കകത്തെ പ്രദീപ് എന്ന് പറയപ്പെടുന്ന പോലീസ് ഇപ്പോൾ ഈ ബാലരാമപുരത്തെ 2.5 വയസ്സുകാരുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്ത പൂജാരിയുടെ വീട്ടിലാണ്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇയാളുടെ പേര് പ്രദീപ് എന്നാണ്. കരിക്കകം സ്വദേശിയായിരുന്നു. ഏതാണ്ട് കഴിഞ്ഞ 10-20 വർഷമായി അദ്ദേഹം ഇവിടെ കരിക്കകം കേന്ദ്രീകരിച്ച് തന്നെ ജീവിച്ചു വരുന്ന ഒരാളാണ്. ശംഖുമുഖം ദാസൻ, ദേവിദാസൻ എന്ന പേരിലൊക്കെയാണ് ഇയാൾ പിന്നീട് അറിയപ്പെട്ടത്. വലിയ ആളുകൾ, പുറത്തുനിന്നൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തിപ്പെടാറുണ്ട് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് ഈ ബാലരാമപുരം കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീതു ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് സ്ഥിരമായി എത്താറുണ്ടായിരുന്നു, ഇയാളുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നൊക്കെയാണ് നിലവിൽ ഇപ്പോൾ പോലീസ് നമുക്ക് നൽകുന്ന വിവരം. മാത്രമല്ല, ഈ ശ്രീതു ആ മുടി വെട്ടിയതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് വിശദമായി തന്നെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെത്തിയത്. ഇയാളുമായി ബന്ധപ്പെട്ട പോലീസിന് ചില സംശയങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ കസ്റ്റഡി എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും പലതരത്തിലുള്ള പൂജകളടക്കം, പ്രത്യേകിച്ച് ദുർമന്ത്രവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്നും സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ഒക്കെ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുവേണ്ടി പ്രത്യേകമായ ഒരു കേന്ദ്രമൊക്കെ ഇയാൾ തയ്യാറാക്കിയിരുന്നു. മൂകാംബിക മഠം എന്ന പേരിലാണ് ഈ സംവിധാനം ഇവിടെ പ്രവർത്തിച്ചതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള പൂജകൾ, പ്രത്യേകിച്ച് അർദ്ധരാത്രി 2 മണിക്ക് ശേഷമൊക്കെ പലതരത്തിലുള്ള പൂജകൾ അത് നടന്നിരുന്നു എന്നുള്ളതൊക്കെ ഒരു സൂചനയായി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇവിടെ അയൽവാസികൾ അടക്കമുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 7:30 മുതൽ ഇയാൾ പോലീസിന്റെ നിരീക്ഷണത്തിലും സർവൈവലിലും ഒക്കെ ആയിരുന്നു. കാരണം എന്താണ് ശരിക്കും ഈ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പലതരത്തിലുള്ള അനാലിസിസും പ്രശ്നങ്ങളും ഒക്കെ പോലീസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഈ രീതിയിലുള്ള പല പൂജകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കിയിരുന്നു. ഏതായാലും പോലീസിനെ സംബന്ധിച്ച് ഈ കൊലപാതകത്തിന്റെ കൺക്ലൂഷൻ എന്താണ് അതിന്റെ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും തർക്കമില്ല. അവസാനം പോലീസ് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പേര് അത് ഈ പ്രദീപ് എന്ന് പറയപ്പെടുന്ന ആളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ അയൽവാസികളായ ചിലർ കൂടി നമ്മളോടൊപ്പം ചേരുന്നു. അമ്മ, ഈ ആരെ ഈ പ്രദീപ് ആരാ? പുള്ളിയുടെ കാലങ്ങളായിട്ട് ജീവിക്കുകയാണോ? ഇവിടെ കാലങ്ങളൊരു കല്യാണം കഴിഞ്ഞ കാലം മുതൽ ജീവിക്കുകയാണ്. ഒരു മോളോ മോനോ ആരൊക്കെ ഉണ്ട് അവർക്ക്. അയാൾക്ക് ഭാര്യ മരിച്ചു. ആദ്യത്തെ ഭാര്യ മരിച്ചു, രണ്ടാമത്തെ ഭാര്യയാണ് ഇപ്പൊ കൂടെ ഉള്ളത്. രണ്ടാം വിവാഹം. ഇയാൾ ഈ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഈ മന്ത്രവാദമൊക്കെ നടത്തുന്ന ആളാണോ? അതെനിക്കറിഞ്ഞു. മന്ത്രവാദം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജ്യോതിഷം പഠിപ്പിക്കണം എന്ന് പറയണുണ്ട്, അല്ലാതെ മന്ത്രവാദം എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. ഇവിടുത്തുകാരനല്ല, ശംഖുമുത്തുകാരനാണ്. ഈ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു, ദൂരന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. എവിടെ നിന്നൊക്കെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇവിടെ വന്ന ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥലം കാണിച്ചു കൊടുക്കുകയുള്ളൂ, അല്ലാതെ നമുക്ക് അതിനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ. രാത്രിയൊക്കെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അറിഞ്ഞൂടാ, ഞാൻ ഇപ്പൊ അങ്ങ് പോകും. അല്ല, ഈ നമ്മൾ ഈ ടിവിയിലൊക്കെ നെയ്യാറ്റിൻകര വാർത്ത കണ്ടിരുന്നോ? ബാലരാമപുരത്തെ വാർത്ത കണ്ടില്ല. ഇന്നലെ എനിക്ക് സുഖമില്ലാതെ എവിടെ നിന്ന് പോയതുകൊണ്ട് ചെന്ന് കിടക്കായിരുന്നു. വാർത്തയൊന്നും വെച്ച് കണ്ടില്ല. എനിക്ക് പനിയായിരുന്നു, കൊച്ചുമോനും എനിക്കും പനിയായിരുന്നു. പോലീസ് എപ്പോഴോട്ട് വരുന്നത് അത് കണ്ടിരുന്നോ? കണ്ടിട്ടില്ല. എടുത്തുകൊണ്ട് പോയെന്നുള്ള വിവരം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ നിങ്ങൾ വന്ന് പറഞ്ഞാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത്. അയൽവാസികളോടൊക്കെ ബന്ധമൊക്കെ ഉണ്ടായിരുന്നോ? മിണ്ടുമൊക്കെ ചെയ്യാറില്ല? ആരോടും അങ്ങനെ വലിയ ബന്ധമൊന്നും ഉണ്ടതായിട്ട് എനിക്ക് തോന്നണില്ല. പിന്നെ എന്റെ അനിയത്തി ഇയാളെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ ആ ഒരു ഇത് ബന്ധം വെച്ചും കൊണ്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, അനിയത്തി സുഖമായിട്ടിരിക്കണ, ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യണം എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വീട് സ്ഥലമൊക്കെ പുള്ളിയുടെ ആണോ? ഭാര്യയുടേതാണെന്ന് തോന്നണം എനിക്ക്. അല്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒന്നും ഞാൻ ഇതുവരെ ഒന്നും തിരക്കിയിട്ടില്ല. ഇവിടെ വന്നിട്ട് തന്നെ 2-3 വർഷമാണ് ജോലിക്കായിട്ട്. ഞാൻ ഇവിടെ അത് ഗേറ്റ് തുറക്കെ അങ്ങോട്ടൊന്നും സംസാരിക്കുക ഒന്നും ചെയ്യൂല. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഈ എന്റെ കൂടെ അനിയത്തിയുടെ കൂടെ പഠിച്ചിട്ടുള്ളത് മാത്രമേ എനിക്കറിയാവൂ. വലിയ തിരക്കുള്ള സ്ഥലമാണ്, ആൾക്കാരൊക്കെ വരാറുണ്ട്. ഒരുപാട് തിരക്കൊന്നുമില്ല. പിന്നെ ജ്യോതിഷമൊക്കെ വായിക്കണം, കേൾക്കാം, ബൈക്കിൽ കൂടെ ഒക്കെ പറയണോ കേൾക്കണോ ഒക്കെ കേൾക്കാം. ഇവിടെ ആൾക്കാർ വന്ന് കേൾക്കും, ജ്യോതിഷ വീടാണെന്ന് ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. അതായത് ഒരു അയൽവാസിയായിട്ടുള്ള അമ്മയാണ് നമ്മളോട് ഇപ്പം സംസാരിച്ചത്. ഇപ്പൊ അമ്മ പറഞ്ഞത് വെച്ചിട്ട് ഈ വലിയ തിരക്കൊന്നുള്ള സ്ഥലമല്ല, പക്ഷേ പുറത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു അയൽവാസി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ പുള്ളിക്കാരനെ പരിചയം ഉണ്ടായിരുന്നോ? ഇദ്ദേഹത്തിന് ഞാൻ ഒരു 10 വർഷമായി ഇവിടെ വന്ന് താമസിക്കുകയാണ്. അപ്പൊ അന്നവരും അറിയാം, പരിചയമില്ല, നേരിട്ട് പരിചയമില്ല, കാണും, അത്രേ ഉള്ളൂ. ഈ ആൾക്കാരൊക്കെ പുറത്തുനിന്നൊക്കെ വരാറുണ്ടായിരുന്നു ഇവിടേക്ക്? ആൾക്കാര് പുറത്തുനിന്ന് ഒരുപാട് പേര് വരാറുണ്ട്, പൂജയും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പുള്ളി അയൽക്കാരോട്ടൊക്കെ ബന്ധമുള്ള ആളായിരുന്നോ? അതിനെ കുറിച്ച് അറിയില്ല കേട്ടോ.
നമ്മളൊരു സഹകരണമൊന്നുമില്ല. ഇല്ല, സാധാരണയില്ല. അപ്പൊ ഏതായാലും ഇതാണ് ഹഷ്മി ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അയൽവാസികൾക്കൊക്കെ പറയാനുള്ളത്. ഈ ആൾക്കാരൊക്കെ പുറത്തുനിന്ന് വരാറുണ്ടായിരുന്നു, പലതരത്തിലുള്ള പൂജകൾ നടക്കാറുണ്ടായിരുന്നു, പക്ഷേ അയൽവാസികളുമായി കാര്യമായ ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ചില ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇയാളുടെ പ്രവർത്തികളിൽ പെരുമാറ്റങ്ങളിലൊക്കെ കാര്യമായ ചില ദുരൂഹതകൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ ആളുകൾ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ ഏതാണ്ട് 7:30 ശേഷമാണ് ഇവിടേക്ക് ബാലരാമപുരം പോലീസിന്റെ ആദ്യ ടീം എത്തുന്നത്. അതിനുശേഷം രണ്ടാമതൊരു ടീം കൂടി എത്തി ഇയാളുടെ വേറെ ബോർഡ്സ് മൊത്തം ചോദിച്ച് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഇയാളെ കൊണ്ടുപോകുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി ഈ കുട്ടിയുടെ അമ്മ ശ്രീതു മഹിളാ മന്ദിരത്തിലായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു. അവിടെയൊക്കെ ചില മൊഴികളിലൊക്കെ വൈരുദ്ധ്യവും പൊരുത്തക്കേടുകളും ഒക്കെ ഉണ്ട്. ഇതിൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ ലീനിയറായി കണക്ട് ചെയ്യാൻ പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അമ്മാവനെ മാത്രമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ചില ദുരൂഹതകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് സംശയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എന്താണ് ആ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും പോലീസിന് കൃത്യമായ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഒരു തേർഡ് പേഴ്സൺ ഇന്റർഫിയറൻസ്, ഒരു മൂന്നാമതൊരാളുടെ ഒരു ഇന്റർഫിയറൻസ് അതിനകത്തുണ്ട് എന്ന് പോലീസ് ഇപ്പോഴും എന്തുകൊണ്ടാണ് മുട്ടസ്വാമി എന്ന പേര് വരാൻ കാരണം? ഈ ദുർമന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ്. അത് ഈ ദുർമന്ത്രവാദവുമായി ബന്ധപ്പെട്ട നാട്ടിൽ ഇയാൾ അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ്. മുട്ടസ്വാമി എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. മുട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദീപ്, ഇതാണ് പോലീസിന്റെയും ലിസ്റ്റിൽ ഇയാളെ കുറിച്ചിട്ടുള്ളത്. പോലീസ് ഇന്ന് രാവിലെ അവരുടെ പ്രാഥമികമായിട്ടുള്ള വിവരം അതടക്കമുള്ള കാര്യങ്ങൾ പകർത്തുമ്പോൾ ആ ലിസ്റ്റിലും ഉണ്ടായിരുന്നത് അങ്ങനെയാണ്. മുട്ട എന്നറിയപ്പെടുന്ന, മുട്ടസ്വാമി എന്നറിയപ്പെടുന്ന കരിക്കം സ്വദേശിയായിട്ടുള്ള പ്രദീപ്, ഇയാൾ മുൻപൊരു ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനാണ് എന്നുള്ള വിവരം കൂടിയൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അതിനുശേഷം അദ്ദേഹം ഇവിടേക്ക് വന്നു, 2 വിവാഹം കഴിച്ചു. ഈ 2ാം വിവാഹവുമായി ബന്ധപ്പെട്ട ഭാര്യയുടെ പേരിലുള്ള സ്വത്തുക്കളാണിത്. ഇവിടെ ഒരു യാഗശാല അടക്കമുള്ള കാര്യങ്ങൾ പുള്ളി പണിതു. പുള്ളിയെ കാണാൻ ദുർമന്ത്രവാദത്തിലൊക്കെ ആളുകൾ ഇവിടേക്ക് എത്തുന്നു എന്ന് ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീതു പോവാറുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾക്ക് സ്ഥിരീകരണമുണ്ടോ ഷഫീദ്? അങ്ങനെ ചില സംശയങ്ങൾ ഹാഷ്മി ഇക്കാര്യത്തിലുണ്ട്. കാരണം ശ്രീധുവിനെ സംബന്ധിച്ച് ശ്രീധു ചില മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അത് പഠിച്ചതൊക്കെ ഇയാളിൽ നിന്നാണ് എന്നുള്ള വിവരം അത് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അന്വേഷണം അത് അതിന്റെ ഭാഗമായി നടക്കും. പ്രത്യേകിച്ച് ഹഷ്മി, നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ ഈ പൂജയൊക്കെ നടത്തുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അടുത്ത് ഇടപഴകിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ രീതിയിലുള്ള ഒരു രീതിയല്ല ഇവിടെ കാണാൻ കഴിയുന്നതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ശംഖുമുഖം സ്വദേശിയായിട്ടുള്ള പ്രദീപ്, അദ്ദേഹം ശംഖുമുഖം ദേവീദാസൻ എന്നൊക്കെയുള്ള പേരിലാണ് നാട്ടിൽ പരിചയപ്പെടുത്തിയിരുന്നത്. പെട്ടെന്ന് വെളിപാടുണ്ടാകുന്നു. അതിനുശേഷം അദ്ദേഹം ഈ പൂജ ഇത്യാദി കർമ്മങ്ങളിലേക്ക് പോകുന്നു. പക്ഷെ പുള്ളിയെ അന്വേഷിച്ചെത്തിയ ആൾക്കാരൊക്കെ മന്ത്രവാദത്തിന്റെ ഭാഗമായി എത്തിയത് എന്നുള്ള വിവരം അത് ഈ നാട്ടുകാർക്കുണ്ട്. അങ്ങനെ ചില സൂചനകൾ ഈ നാട്ടുകാർക്കുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഓരോ ഘട്ടത്തിലും ഈ പ്രദീപ് വിപുലീകരിച്ചു എന്നുള്ളത്. പക്ഷേ പോലീസിന്റെ കണ്ണിൽ ഇപ്പോഴും അയാൾ സംശയിക്കപ്പെടുന്ന ഒരാൾ മാത്രമാണ്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം. ശ്രീധു ഏതെങ്കിലും